Hi, my dear learners. Once again, welcome all of you to another new episode of my YouTube channel, Pace by Kishore, who are promoting acquisition of competence in English by Kishore. And my dear learners, this is an extra special video for all the plus 2 students who have scored good marks in their English examination. Kerala State Literacy Mission Authority തുല്യതാ പഠിതാക്കളിൽ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള 2025 എക്സാമിനേഷന് വേണ്ടി തയ്യാറാക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോയുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ ദ ഗിഫ്റ്റ് എന്ന ലെസനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഇത് അൺനോൺ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസനായ ദ ഗിഫ്റ്റ് എന്ന ലെസനെ ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷാ സ്പെഷ്യൽ വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് കണ്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം മൂന്നാമത്തെ ലെസനാണ് ദ അവലാൻഷ്. ദ അവലാൻഷ് എന്ന് പറയുന്ന ഈ ലെസൺ ഫ്രഞ്ച് പര്യവേഷൻ പർവ്വതാരോഹകൻ അതേപോലെ തന്നെ യാത്രാദൂരണ എഴുത്തുകാരനൊക്കെയായ മൗറിസ് ഹെർസോഗിൻ്റെ ദ അന്നപൂർണ എന്ന ബുക്കിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇത് അവലാൻഷ് എന്ന് പറയുന്നത്. അവലാൻഷ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴ്ച എന്ന ശക്തമായ മഞ്ഞ് പാളിയിൽ നിന്നുള്ള, അതായത് വലിയ മൗണ്ടനിൽ നിന്ന് മഞ്ഞ് പാളി അളന്നിളകി വീഴുന്ന പ്രതിഭാസത്തെയാണ് അവലാൻഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെസണുമായി ബന്ധപ്പെട്ട് 4 തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ഒരു പക്ഷേ ഈ ലെസണുമായി ബന്ധപ്പെട്ട് റൈറ്റപ്പ് തയ്യാറാക്കാൻ ചോദിച്ചാലും, ഒരു റിവ്യൂ തയ്യാറാക്കാൻ ചോദിച്ചാലും, അതേപോലെ ഈ ലെസണുമായി ബന്ധപ്പെട്ട് സമ്മറി തയ്യാറാക്കാനായാലും, അതേപോലെ ഈ ലെസണുമായി ബന്ധപ്പെട്ട് 5 മാർക്കോ അതിൽ കൂടുതലുള്ള ഏത് ചോദ്യം വന്നാലും എഴുതത്തക്ക രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. 5 മാർക്ക് ഉറപ്പായി ഈ പാഠത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. ആൻസറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പാഠഭാഗം ജസ്റ്റ് മൊത്തത്തിൽ എൻ്റെ സമ്മറി എന്ന് പറഞ്ഞേക്കാം. മൗറിസ് ഹെർസോഗ്, ഈ ഫ്രഞ്ച് പരിവേഷനായ മൗറിസ് ഹെർസോഗ് 1950 നടത്തിയ ഒരു ഈ അന്നപൂർണ എന്ന് പറയുന്ന, അതായത് ആദ്യമായിട്ട് ഒരുപക്ഷെ ഈ 8000-ലധികം മീറ്റർ ഉയരം വരുന്ന പർവ്വതങ്ങളിൽ ആദ്യമായി മനുഷ്യൻ കീഴടക്കുന്ന പർവ്വതം ആണ് അന്നപൂർണ. അപ്പം അതിനെ ഇതാക്കി, അല്ലെങ്കിൽ ആ ഒരു പരിവേഷണത്തിനെ പറ്റി മൗറിസ് ഹെർസോഗ് അദ്ദേഹവും അതിൻ്റെ സംഘത്തിലൊരാളായിരുന്നു. അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയ വിജയകരമായ ഈ പർവ്വതാരോഹണത്തിൻ്റെ ഒരു വിവരണമാണ് ഈ ഒരു പാഠത്തിലൂടെ നൽകുന്നത്. അപ്പം നമുക്ക് ഇനി ആ ഉത്തരത്തിലേക്ക് കടക്കാം. The lesson Avalanche is taken from the book Annapurna, written by the famous French mountaineer and travel writer Maurice Herzog. അവലാൻസി എന്ന് പറയുന്ന ഈ ലെസൺ എടുത്തിരിക്കുന്നത് അന്നപൂർണ എന്ന ബുക്കിൽ നിന്നാണ്. അതായത് റിട്ടൺ ബൈ ദ ഫേമസ് ഫ്രഞ്ച് മൗണ്ടനിയർ ആൻഡ് ട്രാവൽ റൈറ്റർ മൗറിസ് ഹെർസോഗ്. പ്രശസ്തനായ ഫ്രഞ്ച് പർവ്വതാരോഹകനും അതേപോലെ തന്നെ യാത്രാ വിവരണ എഴുത്തുകാരനുമായ മൗറിസ് ഹെർസോഗ് എഴുതിയ അന്നപൂർണ എന്ന ബുക്കിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ലെസൺ, ഒരു പാഠഭാഗമാണ് യഥാർത്ഥത്തിൽ ദ അവലാൻഷി എന്ന് പറയുന്ന ലെസൺ. ഇറ്റ് റീകൗണ്ട്സ് ദ 1950 ഫ്രഞ്ച് എക്സ്പെഡീഷൻ to Annapurna, the first 8,000 meter peak to be climbed. ഇത് യഥാർത്ഥത്തിൽ വിവരിക്കുന്നത് 1950 ഒരു ഫ്രഞ്ച് പര്യവേഷണം അന്നപൂർണയിലേക്കുള്ള, അതായത് 8000-ലധികം മീറ്റർ ഉയരം വരുന്ന ഒരു പർവ്വതത്തിന് ആദ്യമായിട്ടുള്ള അതിലേക്കുള്ള ഒരു പര്യവേഷണം, ഫ്രഞ്ച് പര്യവേഷണത്തിനെ പറ്റിയുള്ള വിശദമാക്കുന്ന ഒരു വിവരണമാണ് ഈ ഒരു അന്നപൂർണ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ മൗറിസ് ഹെർസോഗ് വിവരിക്കുന്നത്. Herzog and Louis Lachenal successfully reached the summit, but faced a significant challenge during their descent, including an avalanche that really swept them away. ഹെർസോഗും അതുപോലെ ലൂയിസ് ലാച്ചനാലും വളരെ വിജയകരമായ രീതിയിൽ തന്നെ ഈ അന്നപൂർണയുടെ സമ്മിറ്റിൽ കൊടുമുടിയുടെ ഉന്നതിയിൽ എത്തിച്ചേരുന്നു. പക്ഷേ ഫേസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച് ഡ്യൂറിങ് ദെയർ ഡിസെൻറ്റ്. പക്ഷേ അവർ തിരിച്ചിറങ്ങുമ്പോൾ അവർ നേരിടുന്ന വളരെ എടുത്തു പറയത്തക്ക സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിവരിക്കുന്നത്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ആൻ അവലാൻഷെ ദാറ്റ് റിയലി സെറ്റ് ദം എവേ. അവരെ ഒരുപക്ഷെ തൂത്തെറിയുമായിരുന്ന ഒരു അവലാൻഷെ എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴ്ച, ഭയങ്കരമായ മഞ്ഞ് പാളികൾ വിണ്ടിളകി മാറിയിട്ട് അടർന്നു വീഴുന്ന ഒരു പ്രതിഭാസമാണ് ഈ അവലാൻഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവലാൻഷി ഒരുപക്ഷെ അവരുടെ ജീവന് തന്നെ ഭീഷണിയായി തീർന്നേക്കാമായിരുന്ന ഒരു അവലാൻഷയെ പറ്റിയുള്ള ഒരു ഇൻസിഡൻറ്റ് കൂടിയാണ് ഈ ഒരു ലെസണിലൂടെ വിവരിക്കുന്നത്. ആസ് ദി ഡിസെൻഡഡ് ഫ്രം ദ സമ്മിറ്റ്, അവർ ഈ അന്നപൂർണയുടെ സമ്മിറ്റിൽ നിന്ന്, അതായത് അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് ഡിസെൻഡ് ചെയ്തപ്പോൾ, താഴേക്ക് ഇറങ്ങിയപ്പോൾ,
അവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അതായത് ഹെഴ്സോഗ്, ലാച്ചനാല്, റീബഫച്ച്, സാൾസ്, കോഴ്സി, ടെറേ, അങ്താർക്കെ, പാൻസി, അലിയ, സാർക്കി ആൻഡ് ദിയർ ഷെർപ്പ ഗൈഡ്സ്. ഷെർപ്പ ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ അന്നപൂർണ ഈ പറയുന്ന ഈ മൗണ്ടനിൽ ഈ മൗണ്ടനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേപ്പാളികളായിട്ടുള്ള കുറേ എക്സ്പേർട്ടുകൾ തന്നെയുണ്ട്, ഈ മൗണ്ടനിയറിങ്ങിന് എക്സ്പേർട്ടുകളായിട്ടുള്ളവർ. അപ്പോൾ അവരുടെ ഗൈഡും അവർ ഗൈഡായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഗൈഡ്സും ഒപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ എൻകൗണ്ടേർഡ് എ ട്രെച്ചറസ് ടെറൈൻ ആൻഡ് അൺസ്റ്റേബിൾ സ്നോ കണ്ടീഷൻസ്. ഇവരെല്ലാം തന്നെ നേരിട്ടു എ ട്രെച്ചറസ് ടെറൈൻ എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരു കാലാവസ്ഥ, അൺസ്റ്റേബിൾ സ്നോ കണ്ടീഷൻസ്, അതേപോലെ അസ്ഥിരമായിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൂടൽമഞ്ഞ് വന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ അവസ്ഥയും. ആൻഡ് അവലാൻഷി സ്ട്രക്ക് ലീവിങ് ഹെഴ്സോഗ് ഡാംഗ്ലിങ് അപ്സൈഡ് ഡൗൺ വിത്ത് ഹിസ് റോപ്പ്. മറ്റൊരു ഈ മഞ്ഞുപാളി ഇളകി വീഴുന്നത് ഈ ഹെഴ്സോഗ് നിന്നതിൻ്റെ തൊട്ടരികിൽ തന്നെയാണ്. അത് അദ്ദേഹത്തെ അപ്സൈഡ് ഡൗൺ ആക്കി, അങ്ങ് തലകീഴായിട്ട് അങ്ങ് മറിഞ്ഞു അദ്ദേഹം എന്തായാലും റോപ്പ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ റോപ്പിൻ്റെ സഹായത്തിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. അത് ഡാംഗ്ലിങ് അപ്സൈഡ് ഡൗൺ വിത്ത് ഹിസ് റോപ്പ്, അങ്ങനെ തലകീഴായി തൂങ്ങിക്കിടന്നു ഈ റോപ്പിൽ. ദ ടീം മാനേജ് ടു എസ്കേപ്പ് ഫർദർ ഡിസാസ്റ്റർ. തുടർന്നുള്ള എല്ലാ അപകടാവസ്ഥയും ഈ ടീം മാനേജ് ചെയ്തു ടു എസ്കേപ്പ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ആൻഡ് റീച്ച് ദ റിലേറ്റീവ് സേഫ്റ്റി ഓഫ് ക്യാമ്പ് 2. അങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ചവർ വളരെ സുരക്ഷിതമായിട്ട് ക്യാമ്പ് 2 എന്ന സുരക്ഷിതമായ ഭാഗത്ത് എത്തിച്ചേരുകയാണ്. ഹെഴ്സോഗ്സ് സക്സസ്ഫുൾ അസെൻറ്റ് ഓഫ് അന്നപൂർണ മാർക്ക്ഡ് എ ഹിസ്റ്റോറിക് അച്ചീവ്മെൻറ്റ് ഇൻ മൗണ്ടനിയറിംഗ്. ഹെഴ്സോഗിൻ്റെ സക്സസ്ഫുൾ അസെൻറ്റ്, വളരെ വിജയകരമായ ഈ പർവ്വത ആരോഹണം ഓഫ് അന്നപൂർണയുടെ കീഴടക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിജയകരമായ ഈ പർവ്വതാരോഹണം മാർക്ക്ഡ് എ ഹിസ്റ്റോറിക് അച്ചീവ്മെൻറ്റ് ഇൻ മൗണ്ടനിയറിംഗ്. ഒരുപക്ഷെ പർവ്വതാരോഹണത്തിൽ വളരെ ചരിത്രപരമായ ഒരു നേട്ടമായിട്ട് ഇന്നും മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അത്രമേൽ അദ്ദേഹം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഈ ടീം മുഴുവൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്.